അങ്ങനെ നല്ല സൂപ്പർ ഒരു കേരത്തല കണ്ടപ്പോൾ തന്നെ അവിടെ വണ്ടി നിർത്തി ആ കേരത്തലയുടെ വില ഇറക്കി. അപ്പോൾ നമ്മൾ ചീപ്പായിട്ടാന്ന് പറഞ്ഞു. നമ്മൾ ചേട്ടൻ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ കേരത്തല മുറിക്കണ്ട, അങ്ങനെ കേരത്തല തണ്ടം തുണ്ടമാക്കി വെട്ടി മുറിച്ച് സെറ്റാക്കി കേട്ടാ. സംഭവം കൊള്ളാം, നല്ല ഫ്രഷ് സാധനം കേട്ടാ. അന്നിട്ടാണ് കപ്പ മേടിക്കാണ്ടി പോയത്. കപ്പ മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയപ്പോൾ അവിടെ കപ്പയില്ല. പക്ഷെ നല്ല ഫ്രഷ് പച്ചക്കറി, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്. കുമ്പളയിലാണ്ട് ഈ കട എല്ലായിടത്തേക്കും വില കുറവാണ്. അങ്ങനെ അവിടെ കയറി വീഡിയോ എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി അടുത്ത കടയിൽ കയറി കപ്പ മേടിച്ചു. കപ്പയും മേടിച്ച് ഞാൻ തൂക്ക് നോക്കിയപ്പോൾ 1.25. മട്ടൺ മാതളാരങ്ങ അത് മേടിച്ച് വീട്ടിൽ വന്ന് മീൻകറി വെക്കാൻ തുടങ്ങി. അമ്മച്ചി അത് മീൻ ഒരു 3-4 വട്ടം കഴുകി സെറ്റാക്കി എടുത്ത് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി മസാല പുളി എടുത്തിട്ട് പിന്നെ കപ്പ അങ്ങോട്ട് പൊളിച്ച് കപ്പ വെട്ടി തുണ്ടമാക്കി പൊളിച്ച് അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്ത് പിന്നെ നമ്മുടെ ഗ്യാസ് കത്തിച്ച് ചട്ടി അടപ്പേ കയറ്റി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ തന്നെ പച്ചമുളക് ഇഞ്ചി വേപ്പില വെളുത്തുള്ളി ഉള്ളി എല്ലാ സാധനവും ഇട്ട് അങ്ങനെ നല്ല മൂപ്പിച്ച് അതിലേക്ക് നമ്മുടെ മസാല കൂട്ട് വെള്ളത്തിന് മസാല കൂട്ട് എടുത്ത് അത് നല്ല മൂപ്പിക്കണം. കയ്യിലേന്ന് വിട്ട് വരെ വരുമ്പോൾ അതുപോലെ മൂത്തുണ്ടാവും. അപ്പോൾ നമ്മുടെ പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുക. അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മുടെ മീനും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തിള വരുമ്പോഴേക്കും നമ്മുടെ മീൻ റെഡിയാകും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കപ്പ ആ സമയത്ത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. കപ്പ നമ്മുടെ വിറകടപ്പിലാണ്ട് പുഴുങ്ങണം. മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങി നല്ല പൂ പോലത്തെ കപ്പ പുഴുങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. അതേ ഒരു 3-4 കഷ്ണം കപ്പയും 2 മീൻ തല കറി കഷ്ണവും എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം.